പരിശീലനം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. തീർച്ചയായും ഫലപ്രദമായ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കണമെന്നതിന് പരിശീലനം വേണ്ടി വരും. പരിശീലനം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് മാത്രമല്ലല്ലോ. പരിശീലനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കലാണ്. അതിപ്പോ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ വലിയ സംവിധായകരുടെ കീഴിൽ എത്രയോ വർഷങ്ങളോളം അസിസ്റ്റന്റായി നിന്ന് സിനിമയെ കുറിച്ച് പഠിച്ചിട്ട് സിനിമ ചെയ്യുന്നു. അതൊരു പരിശീലനമാണ്. ആ പരിശീലനം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണമെന്നില്ല. ഇപ്പൊ ചലച്ചിത്ര അക്കാദമി തന്നെ സാങ്കേതിക മേഖലയിൽ വനിതകളുടെ ഒരു സാന്നിധ്യം കുറവാണ് എന്ന് കണ്ടിട്ട് വനിതകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഘട്ടങ്ങളിലായിട്ട് തൊഴിൽ പരിശീലനം നൽകിയതാണ്. സിനിമ കല മാത്രമല്ല, അത് സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ കല കൂടിയാണ്. ആ സാങ്കേതിക വിദ്യയെ കുറിച്ച് അറിയണം. ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമത്തെ കുറിച്ച് കൃത്യമായി അതിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് അറിയണം. അത് തീർച്ചയായും വേണം. അതിന് അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. അതാ സ്ത്രീയായാലും പുരുഷനായാലും പിന്നോക്കക്കാരനായാലും മുന്നോക്കക്കാരനായാലും ആര് തന്നെയായിരുന്നാലും സിനിമ ചെയ്യുന്നവന് സിനിമയെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. അത് ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്.